2024 വോട്ട് ചെയ്യാനുള്ള ഒരു യാത്രയാണിത്. യാത്ര തുടങ്ങുന്നത് ചാരങ്കാവ് നിന്നും എത്തിച്ചേരേണ്ടത് കൂട്ടുപുന്നയിലേക്കും. 195 കിലോമീറ്റർ ദൂരമാണ് യാത്ര. രാവിലെ 6:15 തന്നെ യാത്ര തുടങ്ങി. നടന്നും ബസ്സിലും ട്രെയിനിലുമായിരുന്നു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിലെത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മഞ്ചേരിക്കുള്ള ബസ്സില്ല എന്നുള്ളത്. അടുത്ത ബസ്സാണെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോഴാണ് യാത്രക്ക് ശുഭപ്രതീക്ഷ എന്നോണം ഒരു ഓട്ടോക്കാരൻ അവിടേക്ക് എത്തുന്നത്. മമാന്തിക്കാദ്യത്തിൽ തിക്കിത്തിരക്കി കുട്ടിപ്പാറ വരെ യാത്ര. മൂർധന്യത്തിലെത്തും മുമ്പുള്ള സൂര്യൻ്റെ വെയിലും കൊണ്ട് 10 മിനിറ്റ് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഒരു ബസ് അവിടെ എത്തി. ഇനി അതിലായിരുന്നു മഞ്ചേരി വരെ യാത്ര. മഞ്ചേരി ഇറങ്ങുമ്പോഴേക്കും പെട്ടെന്ന് വന്നില്ലെങ്കിൽ ഞാനിപ്പോൾ പോകുമെന്ന ഭാവത്തോടുകൂടി എന്നെ നോക്കി ചിരിക്കുന്നൊരു ബസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കോഴിക്കോടേക്കുള്ള യാത്ര. മഞ്ചേരിയിൽ നിന്നും ഏകദേശം 1 മണിക്കൂറിലധികം ദൂരമുണ്ട് കോഴിക്കോടേക്ക്. 9:50 കോഴിക്കോട് നിന്നും കണ്ണൂരേക്ക് പോകുന്ന ട്രെയിനായിരുന്നു ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് എത്തിച്ചേരേണ്ടുന്ന സ്റ്റേഷൻ പയ്യന്നൂരായതുകൊണ്ടും ഞാൻ ബുക്ക് ചെയ്ത ട്രെയിനിന് മുൻപ് പയ്യന്നൂരേക്ക് ട്രെയിൻ ഉള്ളതുകൊണ്ടും കോഴിക്കോടേക്കുള്ള യാത്രാമധ്യേ വെറുതെ IRCTCയുടെ വെബ്സൈറ്റിൽ ഒന്ന് കയറി. അപ്പോഴാണ് അറിഞ്ഞത് പയ്യന്നൂരേക്കുള്ള ട്രെയിൻ ലേറ്റാണെന്ന്. ഇത് നോക്കിത്തീരും മുൻപ് തന്നെ ഞാൻ കോഴിക്കോട് ടൗണിലെത്തി. പിന്നീട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു തിടുക്കമായിരുന്നു. എന്നിരുന്നാലും വീഡിയോ എടുക്കുന്നത് മുടക്കാതെ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു നടന്നു. അടഞ്ഞുകിടക്കുന്ന കടകളെയും ഒഴിഞ്ഞ നിരത്തുകളെയും വീഡിയോയിൽ പകർത്തി ഞാനങ്ങ് നടന്നു. കോഴിക്കോട് പ്രശസ്തമായ മാനാഞ്ചിറ മൈതാനം വഴിയാണ് സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. വാഹനങ്ങൾ അധികമില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യാൻ സാധിച്ചു. മൈതാനത്തിനകത്തേക്ക് കടക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ട്രെയിനിൻ്റെ സമയം കുറവായതുകൊണ്ടും കുറച്ചു ദൂരം പോകണമെന്നുള്ളത് കൊണ്ടും ആ ഉദ്യമത്തിന് നിന്നില്ല. അങ്ങനെ മാനാഞ്ചിറ മൈതാനത്ത് നിന്നും SM സ്ട്രീറ്റിലേക്കാണ് ഞങ്ങളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് വലിയൊരു ബെൻഡായതുകൊണ്ട് തന്നെ ക്രോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. അങ്ങനെ SM സ്ട്രീറ്റിലൂടെയുള്ള ഒരു യാത്ര. രാവിലെ തന്നെ ആയതുകൊണ്ടാവണം കടകളൊക്കെ അടഞ്ഞു തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു. 1-2 കടകൾ മാത്രമായിരുന്നു തുറന്നിട്ടുണ്ടായിരുന്നത്. നടന്നു പോകുന്ന യാത്രക്കാരെ അല്ലാതെ മറ്റൊന്നും അവിടെ കാണാനുണ്ടായിരുന്നില്ല. ട്രെയിനിൻ്റെ സമയം അടുത്തു വരുന്നു എന്നുള്ളത് എന്നെ വീണ്ടും സമ്മർദ്ദത്തിലാഴ്ത്തി. എന്നാലും വീഡിയോ എടുക്കുന്നത് നിർത്താതെ തന്നെ തുടർന്നു. രാവിലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകളുടെയും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെയും ഇടയിലൂടെ SM സ്ട്രീറ്റിലൂടെയുള്ളൊരു യാത്ര വളരെ മനോഹരമായിരുന്നു. അങ്ങനെ SM സ്ട്രീറ്റ് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി. ഇവിടെയും റോഡ് ക്രോസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോഴേക്കും ട്രെയിനിൻ്റെ സമയം അടുത്തിരുന്നു. പെട്ടെന്ന് തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ജനറൽ ടിക്കറ്റും എടുത്ത് ട്രെയിൻ എത്തിച്ചേരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഓടി. എങ്കിലും വീഡിയോ എടുപ്പിന് ഒരു മുടക്കവും സംഭവിച്ചില്ല. ട്രെയിനിൻ്റെ ജനറൽ ക്ലാസ്സിൽ ആളുകൾ കുറവായിരിക്കാവുന്ന ധാരണയിൽ തന്നെ പ്ലാറ്റ്ഫോമിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി താഴെയെത്തി. എന്നാൽ ഞാൻ കണ്ടതോ എൻ്റെ ധാരണകളെ അട്ടിമറിക്കുന്ന കാഴ്ചകളായിരുന്നു. എന്നെപ്പോലെ ഒരുപാട് പേർ അവിടെയും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ട്രെയിൻ സ്റ്റേഷനിലെത്തിച്ചേർന്നിരുന്നു. ജനറൽ ക്ലാസ് എന്തായാലും അവസാനമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവസാനത്തെ ഭാഗത്ത് തന്നെ നിന്നു. അപ്പോഴാണ് ഒരു ബോഗി എന്നെയും നോക്കി ചിരിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് ഞാൻ കണ്ടത്. സംശയിക്കാതെ ആളുകൾ കയറാത്തൊരു വാതിലിലൂടെ ഞാൻ കയറി സീറ്റും ഉറപ്പിച്ചു. 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ കോഴിക്കോട് നിന്നും യാത്ര പുറപ്പെട്ടു. വയലുകളും തെങ്ങിൻ തോപ്പുകളും ക്യാമറയിലാക്കി ഒരു ട്രെയിൻ യാത്ര. അങ്ങനെ അടുത്തൊരു സ്റ്റേഷനിലെത്തി. അവിടെ നിന്നും എന്നെപ്പോലെ കുറേ ആളുകൾ ജനറൽ കമ്പാർട്ട്മെൻറ്റ് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ട്രെയിനിന് അധികം സ്റ്റേഷനുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ദൂരം പിന്നിടുന്നുണ്ടായിരുന്നു. ട്രെയിൻ യാത്രയിലെ മറ്റൊരു മനോഹരമായ ദൃശ്യമാണ് പാലത്തിന് മുകളിലൂടെയുള്ള യാത്ര. അങ്ങനെ പാലത്തിന് മുകളിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ
കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ണൂർ സ്റ്റേഷനിൽ പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ എത്തിച്ചേർന്നു. കണ്ണൂരിൽ ആളുകൾക്ക് ഇറങ്ങാനും കയറാനും അവസരമൊരുക്കി. വീണ്ടും അവിടെ നിന്ന് ട്രെയിൻ യാത്ര തുടർന്നു. ഇത് കണ്ണൂരിലെ പഴക്കമേറിയ വ്യാപാര നഗരം വളപട്ടണം. അവിടെ നിന്നും നേരെ വളപട്ടണം പുഴയുടെ മുകളിലൂടെ ഒരു യാത്ര. എത്ര സുന്ദരമാണ് ഈ യാത്ര അല്ലേ? അങ്ങേയറ്റത്ത് പുഴയും ആകാശവും ഒന്നിക്കുന്ന പോലെ ഒരു തോന്നൽ. അതിനിടയിലാണ് ഒരു പഴയകാല വീടിൻ്റെ ദൃശ്യവും കാടുകൊണ്ട് വണ്ടികളെ അലങ്കരിച്ചു വച്ചിരിക്കുന്ന രീതിയിലുള്ള ദൃശ്യവും ക്യാമറയിൽ പതിഞ്ഞത്. സ്റ്റേഷനുകൾ ഓരോന്നും കഴിയുന്തോറും പയ്യന്നൂരേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നതായി ഞാൻ മനസ്സിലാക്കി. സുന്ദരമായ പ്രകൃതി ദൃശ്യങ്ങളും തെങ്ങിൻ തോപ്പുകളുടെയും മനോഹരമായ കാഴ്ചകൾ. അതിനിടയിലാണ് ചെമ്മീൻ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലം എൻ്റെ ക്യാമറയിൽ പതിഞ്ഞത്. കണ്ണപുരത്തിനും പഴയങ്ങാടിക്കും ഇടയിലുള്ള ഒരു സ്ഥലമായിരുന്നു അത്. ട്രെയിനിൽ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായിരുന്നു ആ കാഴ്ച. അത് കഴിഞ്ഞപ്പോഴേക്കും ഏഴുമലയുടെ ദൃശ്യഭംഗി വിളിച്ചോതുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ എത്തിച്ചേർന്നത്. പയ്യന്നൂർ എത്താറായി എന്ന സിഗ്നലും അതിലുണ്ടായിരുന്നു. വീണ്ടും തെങ്ങിൻ തോട്ടങ്ങളുടെ ഒരു ദൃശ്യം എൻ്റെ കണ്ണിൽ പതിഞ്ഞു. അതും വീഡിയോയിൽ പകർത്താതെ എഴുന്നേൽക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ ഇറങ്ങി പുറത്തേക്ക് നടന്നു. അച്ഛൻ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനെയും കൂട്ടി വീട്ടിലേക്ക്. ഇതാണ് ഇലക്ഷൻ 2024 ഒരു യാത്ര. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, സീ യു.